ഹലോ ഗൈസ്, ഇന്നത്തെ യാത്ര ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞതാണ്. കുറേ നാൾക്ക് ശേഷം എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണാൻ പോവുകയാണ്. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റോപ്പ് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ക്ലോസ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരയാടുകൾ കാണാൻ പറ്റും. മൂന്നാറിലെ മനോഹരമായ മലനിരകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള കാഴ്ചകൾ കണ്ടാലോ? അങ്ങനെ ഓർമ്മകളോടെ മണമുള്ള പഴയ വീട്ടുമുറ്റത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അമ്മച്ചി ഫുഡ് തന്നിട്ടോ. ഫുഡ് കഴിച്ചു. പഴവും നൂലപ്പവുമാണ് കഴിച്ചത്. പിന്നെ അവിടെ നമ്മുടെ 96ൻ്റെ മൂവി ഉണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ച് നേരം കണ്ടിരുന്നു. നല്ല മൂവിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മൂവിയാണ്. അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ തിരികെ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലാണ് ട്രാക്ടർ കണ്ടത്. ഇത് എന്താണെന്ന് വെച്ചാൽ തേയില നുള്ളി കഴിഞ്ഞ് ഫാക്ടറിക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ എൻ്റെ അനിയനാണ് കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. ബസ്സിലല്ല തിരികെ വന്നത്. പിന്നെ പോണ വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നമുക്കിവിടെ കൂടുതലും കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. അവിടുത്തെ പച്ചപ്പുകളും ചെറിയ തോടുകളും കാറ്റിലാടുന്ന മരങ്ങളാണ് ഇവിടുത്തെ ഭംഗി. ഇനി ഞാൻ മൂന്നാറെക്കുറിച്ച് വിശേഷിപ്പിക്കണോ? ഈ സമ്മർ സീസണിൽ പറ്റിയ സ്ഥലമാണ് കേട്ടോ മൂന്നാർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അതുമാത്രമല്ല, കൂടുതലും കൃഷി സ്ഥലങ്ങളുമാണ് ഇവിടെ. വട്ടവട സൈഡൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞാനും അനിയനും കൂടി ഐസ്ക്രീം കഴിച്ചു. പിന്നെ തിരികെ വണ്ടി വിട്ടു. തണുപ്പൊക്കെ ആയി തുടങ്ങി. ഇനിയിപ്പോൾ വീട്ടിലെത്തണം. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അമ്മ ഒരു പഴം പറിച്ചു തന്നായിരുന്നു. ഇതെന്താണെന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ യാത്രയും ബാക്കി കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.